ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന അടിപൊളി പരിപാടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചത് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേറ്റിട്ടാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ കേൾക്കാം കേട്ടോ. ഒരുപാട് അലക്കിയിട്ടുണ്ട്, ഒക്കെ ഇന്ന് രാവിലെ അലക്കിയിട്ടതാണ് കേട്ടോ, നിറയെ ഉണ്ട്. അപ്പോൾ വേറെ വിശേഷം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 10-15 ദിവസമായി ഇവിടെ എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇനി എൻ്റെ വെക്കേഷൻ തീർന്നു കേട്ടോ. അപ്പോൾ ശനിയാഴ്ച പരിപാടി കഴിഞ്ഞു. ഞായറാഴ്ചത്തെ രാവിലത്തെ കഥയാണ് കേട്ടോ ഈ പറയുന്നത്. രാവിലത്തെ ഉച്ചക്കത്തേക്ക് കുളിയെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രാത്രി 1:30 മണിയായി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ ഫ്രഷൊക്കെ ആയി വന്നപ്പോൾ 2 മണിക്കാണ്. അപ്പോൾ രാവിലെ എല്ലാവരും എഴുന്നേറ്റതെന്ന് പറഞ്ഞാൽ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ 7 മണി 8 മണിയൊക്കെ ആവാനാണ്. പിന്നെ എല്ലാവരും ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ പുഴയിലേക്ക് പോയി. അപ്പോൾ രാവിലെ വൈകുന്നേരം നമ്മുടെ ചങ്ങാതി നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു ചെയ്തു കേട്ടോ. തിങ്കളാഴ്ച ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ അടങ്ങിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ശനിയാഴ്ചത്തെ വിശേഷം കാണാം കേട്ടോ. വൈകുന്നേരം 7:30 മണിക്കാണ് കേട്ടോ ഞങ്ങളുടെ വാർഷികം തുടങ്ങിയത്. അതായത് ക്ലബിൻ്റെ അംഗൻവാടിൻ്റെ കൂടിയിട്ടുള്ള വാർഷികമാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്, ഒത്തൊരുമിച്ച് സംയുക്തമായിട്ടാണ് വാർഷികം നടത്തുന്നത്. അങ്ങനെ പരിപാടി ഉദ്ഘാടനം ഞങ്ങളുടെ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീനത്തായിരുന്നു കേട്ടോ. പിന്നെ വൈസ് പ്രസിഡൻറ്റും ഞങ്ങളുടെ വാർഡ് മെമ്പറും കൂടിയായ നിഷാദാക്ക ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പഴയ മെമ്പറായ വീരാൻകുട്ടിയക്ക, പിന്നെ അംഗൻവാടി ടീച്ചർ, ഹെൽപ്പർ, തൊട്ടടുത്ത വാർഡിലെ മെമ്പർ, പിന്നെ ക്ലബിൻ്റെ ഭാരവാഹികൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു മഹത്തായ വേദിയുടെ അധ്യക്ഷൻ ബ്രദേഴ്സ് ക്ലബിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സയ്യാൻ, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഷീല ടീച്ചർ, വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായിട്ടുള്ള ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ നിഷാദ് പാലോളി, അതുപോലെ തന്നെ ഇതിൻ്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ഏറ്റവും നമ്മുടെ മുതിർന്ന കാരണവരായിട്ടുള്ള MT വീരാൻകുട്ടിയക്ക, ക്ലബിൻ്റെ മുൻ പ്രസിഡന്റ് എടത്തൻ ബഷീർ, ഏറ്റവും പ്രിയപ്പെട്ട വാർഡ് മെമ്പർ കൂടിയുള്ള ഷൈനി മെമ്പർ, സുനിൽ അടക്കമുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി ഷമീന കാഞ്ഞിരാല, വേദിയിലുള്ള മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, നമ്മുടെ അംഗൻവാടിയുടെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള വീരാൻകുട്ടിയക്ക, ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ഷീല ടീച്ചർ, ബഷീർ, മറ്റു വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ സുദീർഘമായി സൂചിപ്പിച്ച പോലെ സംസാരിക്കുന്നില്ല. വലിയ പേമാരിയും പ്രളയവും ഒക്കെ ഉണ്ടായ സമയത്ത്, അതുപോലെ കൊറോണയുടെ സമയത്ത് ജനങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന സമയത്ത് അവരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഇത്തരത്തിലുള്ള ക്ലബ്ബുകളാണ് ഒരു നാടിൻ്റെ മാതൃകയായി മാറുന്നത്. സ്പോർട്സ് ക്ലബിൻ്റെയും കറകമണ്ണ അംഗനവാടിയുടെയും 34ാമത് 35ാമത്തെ വാർഷികത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു. വെൽക്കം ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെൽക്കം ഡാൻസിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങളുടെ കുഞ്ഞിക്കിളിയും ഭയങ്കരമൊക്കെ ഉണ്ട് കേട്ടോ. ആകെ എത്ര കുട്ടികളെ ഉള്ളൂ അംഗൻവാടിയിലെല്ലാം ചെറിയ പിള്ളേരാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയ വലിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും കുഞ്ഞു കുഞ്ഞു പിള്ളേരായതുകൊണ്ടേ കുറച്ച് കളികളെ അവർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ വെൽക്കം ഡാൻസാണ്. വെൽക്കം ഡാൻസ് തന്നെ അവർക്ക് കളിക്കാൻ കഴിയണില്ല. ഏതായാലും കുഞ്ഞുങ്ങൾ എന്ത് കാണിച്ചാലും നല്ല രസമാണ്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു കുഞ്ഞു ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുഞ്ഞിക്കിളി ഭയങ്കരേൻ്റെ തന്നെ ഒരു മഴ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഈ റെയിൻ ഡാൻസിൽ കുട്ടികളെല്ലാവരും കൂടി കുടയും ചൂടി ഇങ്ങനെ കളിക്കുന്ന കാണാനേ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഇത് കണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അവർ ഡാൻസൊന്നും കളിക്കുന്നില്ല, കുടയൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ തുള്ളി കളിക്കുകയാണ്, അല്ലാതെ ഡാൻസൊന്നുമല്ല, പറഞ്ഞു കൊടുത്ത സ്റ്റെപ്പൊന്നുമല്ല അവർ കളിക്കുന്നത്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ കാന്താരി പെണ്ണിൻ്റെ ലച്ചുമോള്, അതായത് അംഗൻവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥി. കഴിഞ്ഞ വർഷം അംഗൻവാടിയിൽ നിന്ന് പോന്നു, ഇപ്പോൾ LKG UKG ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവളുടെ കളി എന്ന് പറഞ്ഞാൽ അവൾ സ്വയം പഠിച്ചെടുത്തതാണ് കേട്ടോ. ഫോണിലൊക്കെ റീൽസ് നോക്കിയിട്ട് അവൾ തന്നെ സ്വയം പഠിച്ചെടുത്ത്, അവൾ ആരും പഠിപ്പിച്ചതുമല്ല,
അവൾ സ്വയം പഠിച്ചെടുത്ത കളിയാണ് കേട്ടോ. ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതൊന്നും വേണ്ട, അവൾ തന്നെ ഒറ്റയ്ക്ക് കളിച്ചോളാന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ കളിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരും, ഇതുപോലെ അതുപോലെ. അങ്ങനെ അവളെ ഇഷ്ടത്തിന് തന്നെ വിട്ടെടുത്ത്. പിന്നെ അവൾക്ക് ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ക്രേസാണ്. ഇപ്പോൾ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഇതിപ്പോൾ സ്വന്തമായിട്ട് അവൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഡാൻസ് തന്നെയാണ് കേട്ടോ. അടുത്ത കളി എന്ന് പറഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ കുഞ്ഞിക്കിളി പൈങ്കിളീൻ്റെ ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതോടുകൂടി തന്നെ അംഗൻവാടി കുട്ടികളെ പരിപാടി കഴിഞ്ഞു. പിന്നെ അടുത്ത ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമലൂട്ടീൻ്റെയും നുനുമോളുടെയും, അതായത് പിന്നെ അങ്ങളേൻ്റെ മോളെ മക്കളെയൊക്കെ കളിയായിരുന്നു കേട്ടോ. അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുട്ടികളൊക്കെ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഈ പരിപാടി കഴിഞ്ഞപ്പോഴാണ് യോയോ യൂത്തിൻ്റെ ഒരു അടിപൊളി ഡാൻസ് ആയിട്ട് വന്നിട്ട് നോക്കിയപ്പോൾ ആരാ, ഞങ്ങളുടെ മോനുട്ടൻ്റെയും ടീമിൻ്റെ ഡാൻസാണ് കേട്ടോ. വേൽമുരുക ഹരോ ഹരോ നല്ല പാട്ടിനാട്ടോ ഡാൻസ് കളിച്ചത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നന്നായിട്ട് ചിരിച്ചിട്ട് നല്ല അർമാദിച്ച് കുട്ടികൾ കളിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീമോളാണ് കേട്ടോ ഈ ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തത്. പരിപാടി എവിടെ അവതരിപ്പിച്ചാലും ചോളപ്പൊരിയും കടലൊക്കെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ചോളപ്പൊരി ഇതാ ഞങ്ങൾ വാങ്ങിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിക്കാം കേട്ടോ. പിന്നെ അടുത്ത കളി എന്ന് പറഞ്ഞാൽ അറബിക് ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു ഡാൻസ് മാത്രമല്ല കേട്ടോ, എല്ലാ കുട്ടികളുടെ പരിപാടിയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒരുപാടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല, അംഗൻവാടിയിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് കേട്ടോ. കുറച്ച് കുട്ടികളെ ഇപ്രാവശ്യം അംഗൻവാടിയിലുള്ളൂ. ഇനി പുതിയതായിട്ട് വരുമ്പോൾ നിറയെ കുട്ടികളുണ്ടാവും. പിന്നെ ദാദാൻ്റെ കിങ്ങിണി കുട്ടീൻ്റെ ഡാൻസാണ് കേട്ടോ. പിന്നെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി പാട്ടുപാടി, ഒരിക്ക പാട്ടുപാടി. അത് രണ്ടും ഞാൻ ഇതിൽ വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഓരോ പരിപാടി എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാ പരിപാടികളും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ആയിട്ട് ഒരു ഒപ്പന ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒപ്പന കാണാൻ. ഒപ്പനേൻ്റെ പാട്ട് നമ്മൾ ഇടാൻ പറ്റില്ലല്ലോ, പാട്ട് ഇട്ടാൽ കോപ്പിറൈറ്റ് വരില്ലേ. എന്നാലും ഞാൻ ഇതിൻ്റെ ഇടയിൽ പാട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അടുത്തുള്ള കുട്ടികളുടെ ഡാൻസ് തന്നെയാണ് കേട്ടോ. എല്ലാവരും അമ്മമാർ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ കിങ്ങിണി കുട്ടീൻ്റെ കൈക്കുട്ടിക്കളിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കൈക്കുട്ടിക്കളി കാണാൻ. അവളാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ഗുരു. കിങ്ങിണി കുട്ടിയും ശ്രീമോളും കൂടിയാണ് എല്ലാവരും കൂടി. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ നാത്തൂമാരെ പരിപാടിയാണ് കേട്ടോ. തിരുവാതിരയായിരുന്നു അമ്മമാരെല്ലാവരും കൂടിയിട്ടുള്ള ഫ്യൂഷൻ തിരുവാതിരയായിരുന്നു കേട്ടോ. തിരുവാതിര ആദ്യം കളിച്ചു. പിന്നെ അതിൻ്റെ ലാസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു, ഭയങ്കര ഡാൻസ് കൈക്കൊട്ടിക്കളി പോലെ തന്നെ ഫ്യൂഷൻ തിരുവാതിരയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആയിട്ട്. പിന്നെ ഇവരെ പരിപാടി കഴിഞ്ഞതിന് ശേഷം 2 പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ലാസ്റ്റ് പരിപാടി ആയിട്ട് അഞ്ജുവിൻ്റെ അച്ചുവിൻ്റെയും നമ്മുടെ സ്വപ്നക്കൂടിൻ്റെയൊക്കെ സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു കേട്ടോ. ആ ഡാൻസോട് കൂടി പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം 7:30 മണിക്ക് തുടങ്ങിയ പരിപാടി രാത്രി 1:30 മണിക്കാട്ടോ കഴിഞ്ഞത്. പിന്നെ നല്ല മഴയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഈ പരിപാടി കഴിഞ്ഞതോടുകൂടി പിന്നെ എല്ലാവരും വീട്ടിലേക്ക് ഓടിയതാണ് കേട്ടോ. മഴ പെയ്തിട്ടൊന്നുമില്ല, മഴ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ഇടിയും മഴയൊക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ കഴിഞ്ഞ ശനിയാഴ്ചത്തെ പരിപാടികൾ. അങ്ങനെ ഈ വർഷത്തെ വാർഷികാഘോഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക്